എം.ടി. വാസുദേവൻ നായർ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനനം. നിളയുടെ കഥാകാരൻ. എം.ടിയുടെ എഴുത്തിന്റെ തുടക്കം കവിതയിലായിരുന്നുവെങ്കിലും വെളിച്ചം കണ്ട ആദ്യ രചന പ്രാചീന ഭാരതത്തിലെ വൈരവ്യവസായം എന്ന ലേഖനമാണ്. രക്തം പുരണ്ട മണൽത്തരികൾ എന്ന കഥാസമാഹാരം വിക്ടോറിയ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറക്കി. അച്ചടിച്ചു വന്ന ആദ്യ കഥ വിഷു ആഘോഷമാണ്. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ 1ാം സ്ഥാനം നേടി. ഇതോടെ എം.ടി. സാഹിത്യരംഗത്ത് പ്രശസ്തനായി തുടങ്ങി. 1957 പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവലിന്റെ ഖണ്ഡശ പുറത്തുവന്നു. എന്നാൽ പുസ്തകരൂപത്തിൽ ആദ്യ നോവൽ പുറത്തിറങ്ങുന്നത് 1958 നാലുകെട്ട്. 1964-65 കാലഘട്ടത്തിൽ സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിക്കൊണ്ട് സിനിമയിലേക്ക് രംഗപ്രവേശം. 1973 സംവിധാനം ചെയ്ത നിർമാല്യത്തിന് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. തൂലികയിൽ പിറന്ന നോവലുകൾ: രണ്ടാമൂഴം, മഞ്ഞ്, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, വാരണാസി, കാലം, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്. എം.ടിയും എൻ.പി. മുഹമ്മദും ചേർന്ന് രചിച്ച മലയാളത്തിലെ ആദ്യ കൂട്ടുരചനയാണ് അറബിപ്പൊന്ന്. പ്രധാന കഥകൾ: നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയേട്ടത്തി, ഇത് പിന്നീട് സിനിമയാക്കുകയുണ്ടായി. കളിവീട്, വാനപ്രസ്ഥം. തീർത്ഥാടനം എന്ന പേരിൽ ബി. കണ്ണൻ ഇത് സംവിധാനം ചെയ്യുകയുണ്ടായി. ബന്ധനം, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്. ഏക നാടകമാണ് ഗോപുരനടയിൽ. സംവിധാന നിറവിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് നിർമാല്യം, ബന്ധനം, ദേവലോകം, മഞ്ഞ്, കടവ്, വാരിക്കുഴി, ഒരു ചെറുപുഞ്ചിരി. പ്രധാന തിരക്കഥകൾ: സുകൃതം, സതയം, തീർത്ഥാടനം, പഞ്ചാഗ്നി, പരിണയം, തൃഷ്ണ, ആരണ്യകം, ഒരു വടക്കൻ വീരഗാഥ, താഴ്വാരം, പെരുന്തച്ചൻ, ദയ, ഒരു ചെറുപുഞ്ചിരി, നീലത്താമര, എന്ന് സ്വന്തം ജാനകിക്കുട്ടി, കേരളവർമ്മ പഴശ്ശിരാജ, ആൾക്കൂട്ടത്തിൽ തനിയെ, വൈശാലി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. വായനക്കാരൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചിറക്കിക്കൊണ്ടുപോയ നിരവധി കഥാപാത്രങ്ങൾ. നാലുകെട്ടിലെ അപ്പുണ്ണിയും സെയ്താലിയും, രണ്ടാമൂഴത്തിലെ ഭീമനും, വിലാപയാത്രയിലെ കുട്ടേട്ടനും, കാലത്തിലെ സേതുമാധവനും സുമിത്രയും, മഞ്ഞിലെ വിമലയും, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും, വാനപ്രസ്ഥത്തിലെ കരുണാകരൻ മാഷും വിനോദിനിയും, വെളിച്ചപ്പാടിൻ്റെ കഥ പറഞ്ഞ പള്ളിവാളും കാൽച്ചിലമ്പും, ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റിയ കഥാകാരൻ. സിനിമയും സാഹിത്യവും ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിന് 1973 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നിർമാല്യത്തിന് ലഭിക്കുകയുണ്ടായി. 1989 മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ലഭിച്ചു. 2000 മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഒരു ചെറുപുഞ്ചിരിക്കും ലഭിക്കുകയുണ്ടായി. 1958 നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. 1985 രണ്ടാമൂഴത്തിന് വയലാർ അവാർഡ്. 1993 വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ പുരസ്കാരം. 1995 ജ്ഞാനപീഠ പുരസ്കാരം. 2005 പത്മഭൂഷൺ. 2009 മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 2011 എഴുത്തച്ഛൻ പുരസ്കാരവും 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 2024 ഡിസംബർ 25 ഇനി ഒരു രണ്ടാമൂഴത്തിനു കാത്തുനിൽക്കാതെ കാലത്തിൻ്റെ തേരിലേറി മഞ്ഞിൽ പുതഞ്ഞ ഓർമ്മകളുമായി ഈ യാത്രയായി.